അതേപോലെ തന്നെ ക്യാമൊക്കെ ഒരുപാട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റി പുതിയത് ഇടണമാണ് നല്ലത്. കാരണം വെച്ചാൽ ഈ ലൈനറിൻ്റെ ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് സബ് തേയ്മാനം വരാനായിട്ടുള്ള കൂടുതൽ സാധ്യതയുണ്ട്. മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സേഫ്. അതേപോലെ വീലിൻ്റെ റബ്ബർ സെറ്റുകൾ മൊത്തം പൊട്ടി കിടക്കുന്നുണ്ട്, അതൊന്നും മാറ്റിയിടാം. അതേപോലെ വണ്ടി നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ കാല് വെച്ചാണ് ഫുഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്കൊരു ചെറിയ ഷെയ്ക്കിങ് അനുഭവപ്പെടുന്നുണ്ട്. അത് ഈ സസ്പെൻഷൻ്റെ ബെയറിങ് കംപ്ലയിൻറ്റ് വന്നിട്ടാണ് ആ പ്രോബ്ലം കാണിക്കുക. അത് അഴിച്ച് കഴിഞ്ഞാൽ സിങ്ങാൻ ബെയറിംഗ് എന്ന് പറയും. അത് അഴിച്ച് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് റെഡി ആയിക്കോളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി പോകെ കംപ്ലയിൻറ്റ്സ് കൂടി വരുള്ളൂ. സിങ്ങാൻ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റാണ് മെയിനായിട്ട് അത് കാണിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഫിൽറ്ററാണ് കിടക്കുന്നത്. കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമുക്കത് കിടക്കുന്നത്. അത് നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി.